വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങാൻ പോവാണ് കേട്ടോ. 3:20 അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇനി നമുക്കൊരു പരിപാടി ഒരു തൽക്കുന്ന അങ്ങ് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് തന്നെ അതാ ഒന്ന് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആ കുരുവില്ലാത്ത കറുപ്പ് മുന്തിരിയില്ലേ, അതാണ്. പിന്നെ ഷമാമ്, ആപ്പിള്, ഉറുമാപ്പഴം, ചെറിയ പഴം, ഇതാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ കൂടെ വെച്ചിട്ട് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടണം കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഞാനിത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഷമാമ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഹൈജീനിന് പോയിട്ട് കൊണ്ടുവരാ. ഈച്ച പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പോവാട്ടോ. ഓന് സ്കൂളിട്ട് വരാൻ സമയമായിക്കണ്. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഓനെ ഇറങ്ങിയേക്കണ് ബസ്സിൽ നിന്ന്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ നിലത്തൊക്കെ വെച്ച് ഫോട്ടോ കാണിച്ചു തരാൻ നിൽക്കുകയാണ് ഓന്. ഫോട്ടോ കിട്ടിയിരിക്കണെന്ന് 60 രൂപ ഒക്കെ കുറച്ച് ദിവസമായി കൊണ്ടുപോയിട്ട്. ഇങ്ങോട്ട് ആയോ ഉമ്മ വേഗം പിടിച്ച. ആരാണ്? അടുത്ത ബസ് അതായിരുന്നു കേട്ടോ. MES ബസ്സാണ്. സമ്മാസോ കാണിച്ച ഇവിടെ നോക്കട്ടെ ഞാന്. ഷാസൈസിലൂടെ ഇതാ നിൽക്കല് ടീച്ചറെ നേരെ ബോളിയിൽ. ഷാസൈസിൽ കൈയെടുക്കടാ, ഞാൻ ഇത് കാണട്ടെ. ഇതിൽ കാണുന്നില്ല. ഐജിന് തട്ടാ നിക്കണ്. റബീഹാണ്. ഞാൻ പഠിക്കണമെന്നും ഒറ്റ ക്ലാസ് ഫോട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇവൻ്റെ ക്ലാസ് ഫോട്ടോ വേണമെന്നൊക്കെ എന്തായാലും നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ LKG ഫസ്റ്റത്തെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ആള് അതിൻ്റെ സന്തോഷത്തിൽ ഓടി പോവാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയി കാണും ഉമ്മമാക്കൊക്കെ കാണിച്ചു കൊടുക്കാനേ കാരം. കയ്യിൽ നിന്നാണ്ട് എടുത്തിട്ടില്ല. ഓൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നിഹാൽ ഇങ്ങനെ ചിരിച്ചു, ഷമ്മാസത് അവിടെ. അവിടെ പോയിട്ട് ഞങ്ങൾ അയൽവാസിത്തെ താത്താക്കും കാണിച്ചു കൊടുത്തിട്ടോ ഫോട്ടോ. ഇനിയിപ്പോൾ അത് വരുന്നേ. ഇനി നേരെ വീട്ടിൽ പോവുക. എന്താ താത്ത പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഒന്നും പറയാൻ ഒഴിവില്ല. എന്ത് ഈ റംസാൻ മാസത്തെ ആര് ഫ്രൂട്ട് കുടിച്ചാനാണ്? ഇജന്നെ എന്നോ കുടിച്ചിട്ട കുപ്പിയാണ് എൻ്റെ ഹൈജീനെ. അത് മറ്റോ ഇങ്ങോട്ട് എടുത്തിട്ടതാണ് കളിക്കാൻ. അല്ലാതെ ഇവിടെ ആരും ഫ്രൂട്ടി കുടിച്ചിട്ടില്ല കേട്ടോ. ഒരു ഫ്രൂട്ടി കുപ്പി കണ്ടതിൻ്റെ ഇപ്പം ആ കാണുന്നത്. തുറക്കടാ ബാ. എന്ത് വേണം? ഉമ്മ ഉണ്ടാക്കാൻ തുടങ്ങണുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയിട്ട് തരാം കേട്ടാ. ഉണ്ടാക്കണ്ടേ? ഏത് വേണം? 4 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കലക്കിയതാണ് കേട്ടത്. പിന്നെ അതുപോലെ തന്നെ പാൽ ഇതവിടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഷമാമക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിക്കൂട്ടാ. അരച്ച് ജ്യൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ റെഡിയായി. ഒരു ലേറ്റ് ചെയ്ത് പറഞ്ഞേ ഇല്ല. ആ ഒന്നും കൂടെ ഓ എന്തൊരു വിളിച്ച മതി. ഞാൻ മധുരം നമുക്കൊന്ന് കുറിച്ചാൽ കൊടുത്താം. ഇത് ചിയാ സീഡ് അല്ലല്ലോ? ചിയാ സീഡ് ആണ്. ഇത്രയും തോനെ പാലിട്ടിക്കണ്. ഇനി കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ കസ്റ്റാർഡ്ക്കാണ്. ഞങ്ങൾ സാധാരണ ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടാണ് ഇടല്. ഇപ്രാവശ്യം നമ്മളൊന്ന് വെറൈറ്റി ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സേമിയ ഒന്ന് വേവിക്കാൻ വെക്കാണ് കേട്ടോ. ഇത് മതിയാ? അത് മതി. അങ്ങനെ വീർത്തും കൂടി വരും. കുറച്ചിട്ടാൽ മതി. നല്ല കട്ടിയാവും. പിന്നെ
നോമ്പ് ഒന്നിന് തന്നെ ഉമ്മാനനിയത്തിന്റെ മോള് എനിക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ അയച്ചാൽ നീന്നിട്ടോ. അപ്പൊ അതില് സേമിയും ചിയാസീഡും ഒക്കെ ഇടുന്നുണ്ട്. ഓള് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്തായാലും ഇന്നിപ്പോ കൂടി കൂട്ടിയിട്ട് 2ാമത്തെ പ്രാവശ്യമാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ സേമിയും ചിയാസീഡും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഓളോട് പറയണം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ വേഗം ഇന്ന് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് മുർഷിദ. ഓളും എന്നോട് പറഞ്ഞിരുന്നു കസ്റ്റാർഡ് ഉണ്ടാക്കണമെന്ന്. ഈ പറഞ്ഞ 2 ആൾക്കാരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. നല്ല മഴക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നലെ മഴ പെയ്തിരുന്നു കേട്ടോ ഇവിടെ. യാ മോനെ, എന്താണ് ആകാശത്തുനിന്ന് വേറെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കിട്ടുക. ഇതിലൊന്നും കാണണില്ല. ആകെ മഴക്കാറ് പിടിച്ചിട്ട് നല്ലൊരു രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട്. മുകളിൽ ഇവിടെ അങ്ങനെ ഉണ്ട് ഒരു ലൈറ്റ്, കാണുന്നില്ല. നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല മഴക്കാറുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊണ്ടുവെക്കട്ടെ. നല്ല ഇഷ്ടമായിക്കാണ്. ആകെ 4 മണി ആയിട്ടുള്ളൂ, പക്ഷെ നല്ലോണം ഇഷ്ടമുണ്ട്. അങ്ങനെ ഇതാ മഴയൊക്കെ പെയ്തോട്ടാ. ഇപ്പൊ മഴ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ലോണം കാറ്റ് അടിക്കുന്നുണ്ട്. മഴ എന്ന് പറഞ്ഞാല് ചാറൽ മഴ, ചാറ്റൽ മഴ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. മെറ്റലൊക്കെ ഒന്ന് നനഞ്ഞു, വലിയതായിട്ടൊന്നുമില്ല. സേമിയൊക്കെ ഇത് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കട്ട പിടിക്കോന്നാണ് ഇവിടെ ഒരു സംശയം. എന്തായാലും വണ്ടിയില്ല. നമ്മളൊരു ഫ്രണ്ടിന്റെ വീഡിയോ ഇത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ തേങ്ങ പൊട്ടിക്കാനാണ് കേട്ടോ. അപ്പൊ ഇന്ന് മീൻകറിയാണ് വെക്കുന്നത്. മാന്തളാണ് മീന്. അപ്പൊ ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കാം. കേട് വന്നു. ഒരു തേങ്ങയും കൂടി എടുത്തോടുന്ന. തേങ്ങ പൊട്ടിച്ചിട്ടാണ് പൊട്ടിണി. അത് കൊപ്പരയിക്കണ് മളെ. ഇതാണെങ്കിൽ മതിയാ കൊപ്പരയിട്ട് കാണ്ടൊക്കെ ഇനിയിപ്പോ കൊണ്ട് കാട്ടുക. അടുത്ത തേങ്ങ ഇട്ടാ. ഇനി അടുത്ത തേങ്ങ എടുത്തു. ഇതെന്താ പാടുന്നാവോ. എടാ മയച്ചാറല് കൊള്ളല്ല ഐസിനെ. മയങ്ങും ചാറിയോണ്ട് നിക്കാണ് കേട്ടാ. ഇതെങ്കിലും നല്ല തേങ്ങ ആവണേ. അതും പൊളിച്ചു, അതും ഒപ്പര. ലാസ്റ്റ് കുറച്ച് കുലുങ്ങണ എടുത്തോടുന്നു. ഇനി ഇത് പൊട്ടിച്ച എന്താ അവസ്ഥ എന്ന് അറിയില്ല. ആ തേങ്ങ വെള്ളം വേണ്ട. തേങ്ങ വെള്ളം വേണം ഐസിന്. എന്തേ മധുരല്ലേ? മധുരണ്ടല്ലേ? സത്യം പറയും. അപ്പൊ ഇത് കുറച്ചു നേരം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമി ചേർത്ത് കൊടുക്കാനേ. നമുക്ക് ഈ പാത്രത്തിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ പാത്രം വേഗം ഒഴിവാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് അപ്പൊ അത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അല്ല ഫ്രൂട്ട്സും കൂടി ഇടല്ലേ. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മാവ് അരിപ്പൊടിയൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങയും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒറ്റൊരു വീഡിയോ ഒക്കെ ഇട്ടെടുത്തത് തന്നെയാണ്. വോയിസ് പിന്നെയാണ് ഇപ്പോൾ ഇതിന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. കാരണം അപ്പോൾ ഞാൻ നേരത്തെ ഒരു കൂട്ടുകാരെ വീഡിയോ ഇട്ട് വെച്ചിരുന്നില്ല. അതിൻ്റെ സൗണ്ട് കുറക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സൗണ്ട് മൊത്തം ഈ വീഡിയോയിലുണ്ടായിരുന്നു. ഇനി കോപ്പിറൈറ്റും എന്തെങ്കിലും കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ വോയിസ് ആക്കിയതാണ് ഇവിടെയൊക്കെ.
അങ്ങനെ ഓട്ടട അവിടെ ഇതാ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓർക്കാപ്പുളി ഉണ്ട്. ഇതിനിപ്പം നിങ്ങളോട് വേറെ എന്തെങ്കിലുമൊക്കെ പറയിക്കാൻ അവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയില്ല, ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതേ ഒരു പാത്രത്തിൽ നമ്മൾ കറി വെക്കണ പാത്രത്തിൽ തന്നെ അങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. മാന്തളാണ് കറി വെക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മാന്തൾ കുറച്ച് പൊരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് അതിലേക്ക് നാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ പള്ളിക്കണ്ടത്ത് നിന്ന് തല്ലി പൊളിച്ച് കൊടുത്തോടുന്ന നാരങ്ങയാണ് കേട്ടോ. മുകളിൽ 2-3 അത് ഇങ്ങനെ എന്താ പറയുക, അധികം ഇതായിട്ടൊന്നുമില്ല. എന്നിട്ട് അത് കാലിൽ വെച്ചിങ്ങനെ അടിയിൽ വെച്ചിങ്ങനെ ചവിട്ടി ഞോണ്ടി പീനെടുക്കുകയാണ് അതിൻ്റെ നീരിട്ടാ. അങ്ങനെ കട്ട് ചെയ്തിട്ട് പീനിട്ടുണ്ടെങ്കിൽ നല്ലോണം നീര് കിട്ടും. അങ്ങനെ എങ്ങനെയൊക്കെ കുറച്ച് നീരൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളത് മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് മസാല പുരട്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കറിയിലേക്ക് ഇതാ ഫിഷ് മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓർക്കാപ്പുളിയിലേക്ക്. അങ്ങനെ മീൻ മസാല പിന്നെ കറിക്ക് നമുക്ക് താളിച്ച് വയ്ക്കാനുള്ളതാണ്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചീരുള്ളിയും പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനത് അവിടെ റെഡിയാക്കി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് പിന്നെ കറി ഉണ്ടാക്കി വരുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് താളിച്ച് വയ്ക്കാമല്ലോ. അങ്ങനെ ഓട്ടടകൾ ഇവിടെ റെഡിയായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിര വെച്ചിട്ടുണ്ട്. പഴട്ടു, ആപ്പിള്, പിന്നെ അതേപോലെ നമ്മൾ മുന്തിരി, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ചിയാ സീഡാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ സെറ്റായി മക്കളെ, സെറ്റായി. തമിഴ്നാട്ടിലെ ചക്കൻ ഇത് ആളിച്ച് വെച്ചുമ്പോൾ പറയാനാട്ടാ. അപ്പോൾ മീൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർക്കാപ്പുളിയിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് മീനിട്ടെടുത്തു. പിന്നെ അരപ്പ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മീനൊക്കെ മീൻകറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഇനി താളിച്ച് ഒഴിക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചില്ല ചെറുതായി അരിഞ്ഞിട്ടുള്ള ചീരുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ കൂടെയാണ് താളിച്ച് ഒഴിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ മീനൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നോമ്പിനുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവളിപ്പോൾ എന്താ വന്നിക്കണം, ഇവൾ ഏത് ലോകത്താണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇതൊന്നും അന്നൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ കുറച്ച് ഒരു 3-4 വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ പുറകായിട്ട് ഇടാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെ കാക്കത്ത് പോലെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇഷ്ടമുള്ളവർ മാത്രം കാണുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. ഇഷ്ടമുള്ളവർ മാത്രം, കഷ്ടപ്പെട്ട് ആരും കണ്ടിരിക്കണ്ട. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ അവിടെ റെഡിയായി. പിന്നെ നമ്മളെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ നല്ലൊരു ദിവസമായിരുന്നു. ബായ്.